ഞാനിവിടെ ഒരു സലാഡാണ് ഉണ്ടാക്കാൻ പോണത്. അതിനേക്ക് വേണ്ട ഒരു 500 മിനിമൻ്റെ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സലാഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബീട്രൂട്ട് ഇട്ടതുകൊണ്ടാണ്. അതിന് നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്, നല്ലൊരു കളറും കിട്ടും. അപ്പോൾ അതിലേക്ക് ഞാൻ പൊടിയുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, മല്ലിൻ്റെ ഇല കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ. 2 സവാള എടുത്തിട്ടുണ്ട്. ഇത് 1 ക്യാരറ്റാണ്. ഒക്കെ ഒരേപോലെ കട്ട ആക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. ഇത് ഞാനൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ അത്ര എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് നടുക്ക് കീറിക്കാണ്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, 1-2 പൊളിച്ചിട്ട്. അപ്പോൾ ഇത് എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. 1 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, 1 കക്കരിക്ക എടുത്തിട്ടുണ്ട്. ഒക്കെ കണ്ട ചതുരത്തിൽ ആക്കിയിട്ട് കട്ടായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. സവാളയും അതേപോലെ തന്നെ കട്ടായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ചെയ്യാൻ പോണത്, ഒരു പാത്രത്തിലേക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഇട്ടിട്ട് ഇപ്പിട്ടിട്ട് നല്ല തിരുമ്പി എടുക്കുക എന്ന് പറയും ഞങ്ങളിവിടെ. അങ്ങനെ ചെയ്യട്ടെ. ഇതിൽ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടട്ടെ. എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇടലുണ്ട്. ക്യാപ്സിക്കം നല്ല ടേസ്റ്റാണത്. ക്യാപ്സിക്കത്തിന് വെച്ചിട്ട് പ്രത്യേകിച്ച് ടേസ്റ്റില്ല, പക്ഷേ ഇതിലിങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. അതേമാതിരി നമ്മൾ 2 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും ഒരു പുളിപ്പൊന്നും കൂടില്ല. അത് പൊതുവേ പുളിപ്പ് കൂടുതലില്ലാത്ത തൈരാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകാറുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുള്ളൂ. നിങ്ങൾക്ക് ഉപ്പും എരിവും നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് നല്ലവണ്ണം നിരടി എടുക്കട്ടെ. ഇതിപ്പോൾ നിങ്ങൾക്ക് നാളക്കൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഉപ്പ് ഇട്ടുകാണ്ട് വരുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാനിന്ന് ഉച്ചക്കൊക്കെ തന്നെ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ വരുതി കൊടുത്താലേ ഈ ക്യാരറ്റുമ്മക്കും ബീട്രൂട്ടുമ്മക്കൊക്കെ ഉപ്പൊന്ന് പിടിക്കുള്ളൂ. അതിന് ശേഷം കക്കരിക്കയും ഉള്ളിയും മല്ലിൻ്റെ ഇലയും. ഈ മല്ലിൻ്റെ ഇല ഇതിൽ പ്രത്യേകം ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് മല്ലിൻ്റെ ഇല നിങ്ങൾ നിർബന്ധമായിട്ടും കൂടുതലിടണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക. ഞാനിങ്ങനത്തെ ഒക്കെ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യൽ. അതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക. ഈ 1/2 ലിറ്റർ തൈര് ഇതിലേക്ക് ആവശ്യമുണ്ട്. നമുക്കതൊരു സ്പൂൺ കൊണ്ട് സലാഡ് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സലാഡ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളടുത്ത് ഉറുമാമ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരു ഇതിലിട്ട് കൊടുത്താൽ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ബിരിയാണിക്കോ നെയ്ച്ചോറ്റക്കൊക്കെ ആണെങ്കിൽ ഉറുമാമ്പായത്തിൻ്റെ കുരു ഇട്ട് കൊടുക്കുക, അത് നല്ല ടേസ്റ്റാണ്. ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ. ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.